CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. KSRTC വിമാന സർവീസിനേക്കാൾ മികച്ചതാവാൻ പോവുകയാണെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ഗുരുവായൂർ KSRTC ഡിപ്പോയിൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തണ്ടപ്പേര് സർട്ടിഫിക്കറ്റിന് 50,000 രൂപ കൈക്കൂലി വാങ്ങിയ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ വിജിലൻസിന്റെ പിടിയിൽ. പൊന്നീർകുളം വില്ലേജ് ഓഫീസർ TV വിനോദാണ് പിടിയിലായത്. തണ്ടപ്പേര് സർട്ടിഫിക്കറ്റിന് ഇയാൾ ആവശ്യപ്പെട്ടത് 2.5 ലക്ഷം രൂപ. കൈക്കൂലി ആവശ്യപ്പെട്ടത് സംബന്ധിച്ച് പരാതിക്കാരൻ വിജിലൻസിനെ സമീപിച്ചതോടെയാണ് വില്ലേജ് ഓഫീസറെ തന്ത്രപരമായി പിടികൂടാനായത്. പ്രാർത്ഥനാ നിർഭരമായി പുണ്യ റമളാനിലെ ആദ്യ വെള്ളി. അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന ദിനത്തിൽ ജുമാ നമസ്കാരത്തിനെത്തിയ വിശ്വാസികളാൽ പള്ളികൾ നിറഞ്ഞുകവിഞ്ഞു. ചരിത്ര സ്മാരകമായി സർക്കാർ പ്രഖ്യാപിച്ച അരിയന്നൂർ ഹരികന്യക ക്ഷേത്ര സമുച്ചയത്തിന്റെ കൃത്യമായ ശാസ്ത്രീയ രേഖപ്പെടുത്തലുകൾ പൂർത്തിയാക്കാതെ പുനരുദ്ധാരണ പ്രവൃത്തികളോ അറ്റകുറ്റപ്പണിയോ നടത്തരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഗുരുവായൂർ കോട്ടപ്പടിയിൽ കണ്ടെയ്നർ ലോറിയും കാറും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. കാർ ഡ്രൈവർ പാവർട്ടി വെന്മേനാട് പോവിൽ റസാഖ്, കാർ യാത്രികരായ പെരിന്തൽമണ്ണ പുലാമന്തോൾ തോണിക്കടവ് മുനീർ, കൊല്ലം സ്വദേശി മുഹമ്മദ് ഷാഫി എന്നിവർക്കാണ് പരിക്കേറ്റത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. 2 പതിറ്റാണ്ടിലേറെയായി നിരവധി പ്രബോധന പ്രവർത്തനങ്ങളുമായി നിറഞ്ഞു നിൽക്കുന്ന ചാവക്കാട് ഖുർആൻ സ്റ്റഡി സെന്റർ നടത്തിവരുന്ന റമളാൻ പ്രഭാഷണത്തിന് ശനിയാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനങ്ങളെ ചേർത്തുപിടിച്ചുള്ള വികസനമാണ് കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ നടന്നുവരുന്നതെന്ന് DYFI എറണാകുളം ജില്ലാ പ്രസിഡന്റ് നിഖിൽ ബാബു പറഞ്ഞു. DYFI കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ തിരഞ്ഞെടുപ്പിൽ LDFന് വിജയം. CDS ചെയർപേഴ്സണായി ബിന്ദു മനോഹരനെയും വൈസ് ചെയർപേഴ്സണായി CK സുശീലയെയും തിരഞ്ഞെടുത്തു. വടക്കേക്കാട് കപ്പിളിയങ്ങാട് ശ്രീഭഗവതി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച കീഴ്ക്കാവിലെ നടപ്പാതയുടെ സമർപ്പണം നടന്നു. വടക്കേക്കാട് നമ്പാടൻ ഗ്രൂപ്പിലെ ഉപഭോക്താക്കളും ജീവനക്കാരനും നമ്പാടനും ചേർന്നാണ് 1,93,000 രൂപ ചെലവിൽ നടപ്പാതയുടെ നിർമ്മാണം നടത്തിയത്. വേലൂർ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ വേലൂർ കരേങ്ങൽ ഓഡിറ്റോറിയത്തിൽ നടന്നു. തൃശൂർ ഡെപ്യൂട്ടി മേയർ A പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ ആരോഗ്യം ആനന്ദം ആയുഷിലൂടെ എന്ന സന്ദേശമുയർത്തി ബോധവൽക്കരണവും യോഗാ പ്രദർശനവും നടന്നു. കാട്ടകമ്പൽ പഞ്ചായത്തിൽ CPM തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമം അവസാനിപ്പിക്കണമെന്നും പെങ്ങാമുക്കിൽ അക്രമം നടത്തിയ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് BJP നേതൃത്വത്തിൽ പെങ്ങാമുക്ക് തപസ്യ സെന്ററിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി. പുന്നയൂർ കുരഞ്ഞിയൂർ എരിമൽ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഭക്തിസാന്ദ്രമായി. എരുമപ്പെട്ടി പാഴിയോട്ടുമുറി KR തെക്കേടത്ത് മനയുടെ നേതൃത്വത്തിൽ വിഷരഹിത പച്ചക്കറി കൃഷി ആരംഭിച്ചു. പഞ്ചായത്ത് കൃഷിഭവന്റെ സഹകരണത്തോടെ പാഴിയോട്ടുമുറി പാടശേഖരത്തിൽ 3 ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.